ക്രൈസ്തവ വിശുദ്ധന്മാരിൽ വളരെ പ്രസിദ്ധനായ ഒരു രക്തസാക്ഷിയാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ. കത്തോലിക്കാ സഭയും ഗ്രീക്ക് റഷ്യൻ ഓർത്തഡോക്സ് സഭകളും സെയിൻറ്റ് സെബാസ്റ്റ്യൻ എന്ന വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വത്തെപ്പറ്റി വളരെ വാചാലമാണ്. അന്ത്യോക്യൻ ഇന്ത്യൻ ഓർത്തഡോക്സ് വിശ്വാസികളിൽ സെയിൻറ്റ് സെബാസ്റ്റ്യന് വലിയ സ്ഥാനം കാണുന്നില്ല. സെയിൻറ്റ് സെബാസ്റ്റ്യൻ പ്ലേഗ് ബാധകൾ ഉണ്ടാകുമ്പോൾ, സാംക്രമിക രോഗങ്ങൾ ഒരു സ്ഥലത്ത് പടരുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കുന്ന വിശുദ്ധനാണ്. 3 തരം പ്രൊഫഷണൽസിന് സെയിൻറ്റ് സെബാസ്റ്റ്യൻ വിശുദ്ധനാണ്. 1 അമ്പെയ്ത്തുകാർക്ക്, 2 പട്ടാളക്കാർക്ക്, പ്രത്യേകിച്ച് ഇൻഫൻട്രി വിഭാഗത്തിലുള്ളവർക്ക്, 3-മതായി അത്ലറ്റുകളുടെ വിശുദ്ധനാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ. അമ്പുകളേറ്റ് മരിച്ച ഒരു വിശുദ്ധൻ എങ്ങനെ അമ്പെയ്ത്തുകാരുടെ വിശുദ്ധനായി മാറുന്നു എന്നുള്ളത് ചരിത്രത്തിലെ രസകരമായ ഒരു പരിവർത്തനമാണ്. വിശുദ്ധന്മാരെ പറ്റിയുള്ള പല ചിത്രങ്ങളും നമ്മൾ കാണാറുണ്ട്. അതിൽ നമ്മുടെ ഹൃദയത്തെ പിടിച്ചടക്കുന്ന 2 വിശുദ്ധന്മാരുടെ ചിത്രങ്ങളാണ്. ഒന്ന് സെയിൻറ്റ് ജോർജ് കുതിരപ്പുറത്ത് വരുന്ന ഒരു രൂപവും, സെയിൻറ്റ് സെബാസ്റ്റ്യൻ അമ്പുകളേറ്റ് നിൽക്കുന്ന ഒരു രൂപവും. സെയിൻറ്റ് സെബാസ്റ്റ്യനെ ലോകം മുഴുവൻ പ്രസിദ്ധനാക്കുന്ന അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് മാഗ്യോനോ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ ഫ്രഞ്ച് പെയിൻറ്റർ വരച്ച പെയിൻറ്റിങ്ങാണ്. ഒരു മരത്തിനടുത്ത് ചെറിയൊരു കിരീടം തലയിൽ വെച്ച് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ മരത്തിൽ കെട്ടപ്പെട്ട് നിൽക്കുകയും 5 അമ്പുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തറച്ചു നിൽക്കുന്നതായിട്ടാണ് മഗ്യോനോ ആ പടം വരച്ചത്. ഹാഗർട്ടി മ്യൂസിയത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പെയിൻറ്റിങ്ങാണ് മഗ്യോനോ വരച്ച ഈ പെയിൻറ്റിങ്. ഹാഗർട്ടി മ്യൂസിയത്തിൽ നിന്ന് ആ പെയിൻറ്റിങ്ങിൻ്റെ കോപ്പി മില്യൺസ് ആൻഡ് മില്യൺസാണ് ലോകം മുഴുവൻ വ്യാപിച്ചത്. റിനൈസൻസ് കഴിഞ്ഞു വരുന്ന 1750-നോടടുത്താണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ ഈ വിശ്വപ്രസിദ്ധമായ പെയിൻറ്റിങ് വരയ്ക്കപ്പെട്ടത്. ഗ്രീക്ക് സിംബോളിസത്തിൻ്റെ ഭാഗമായി അപ്പോളോ ദേവനെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ള ചില ലക്ഷണങ്ങൾ ചേർത്തിട്ടാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ ബോഡി മഗ്യോനോ വരച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുരിശിൽ തൂക്കുന്ന ചിത്രം വരയ്ക്കുമ്പോൾ പോലെ ഒരു നഗ്ന ശരീരത്തെ വരയ്ക്കുവാനുള്ള അപൂർവം അവസരങ്ങൾ ഒരു ക്രിസ്ത്യൻ പെയിൻറ്റർക്ക് കിട്ടുന്ന അവസരമാണ് സെയിൻറ്റ് സെബാസ്റ്റ്യനെ നഗ്നനായി അമ്പെയ്ത്ത് കൊന്ന ആ അവസരം. ഈ ബോഡിയുടെ വരയ്ക്കുമ്പോൾ മിസ്റ്റിസിസവും റിയലിസവും സമഞ്ജസ സമ്മേളനമായി വരുന്ന ഒരു പെയിൻറ്റിങ്ങായിട്ടാണ് ഈ പെയിൻറ്റിങ്ങിനെ നമ്മൾ കാണുന്നത്. ഒരു തവണ നോക്കി കണ്ണെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു തവണയോടെ നോക്കുന്നതിന് വേണ്ടി നമ്മുടെ കണ്ണുകൾ ആ പെയിൻറ്റിങ്ങിലേക്ക് പോകും. വിശ്വപ്രസിദ്ധമായ ആ പെയിൻറ്റിങ് പല അത്ലറ്റിക് സ്ഥാപനങ്ങളിലും സെമിനാരികളിലും ഒക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പെയിൻറ്റിങ്ങാണ്. ആരായിരുന്നു ഈ സെയിൻറ്റ് സെബാസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ റോമൻ പട്ടാളത്തിലെ ഒരു പ്രമുഖനായ ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഉത്തരം. ഇറ്റലിയുടെയും ഫ്രാൻസിൻ്റെയും ബോർഡർ ലാൻഡിലുണ്ടായിരുന്ന നാർബോണസ് എന്ന പട്ടണത്തിൽ AD 257 ജനിച്ച ആളാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ. അന്നുണ്ടായിരുന്ന പ്രമുഖമായ ഒരു പ്രഭു കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിന് 26 വയസ്സുള്ളപ്പോൾ AD 283 അദ്ദേഹം പട്ടാളത്തിൽ ചേരുകയാണ് ഉണ്ടായത്. നാർബോണസിലാണ് ജനിച്ചതെങ്കിലും സെയിൻറ്റ് സെബാസ്റ്റ്യൻ വളർന്നത് മിലാൻ പട്ടണത്തിലാണ്. മിലാനിലെ പ്രസിദ്ധമായ സ്കൂളിൽ അദ്ദേഹം പഠിക്കുകയും പിന്നീട് പട്ടാളത്തിൽ ചേരുകയുമാണ് ഉണ്ടായിരുന്നത്. ആയോധന വിദ്യകളിൽ വളരെ പ്രവീണനായിരുന്ന സെയിൻറ്റ് സെബാസ്റ്റ്യൻ AD 283 പട്ടാളത്തിൽ ചേർന്നതിന് ശേഷം 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തി റോമിൻ്റെ ചക്രവർത്തിയായി മാറിയത്. 285 മുതൽ 2005 വരെയുള്ള 20 വർഷങ്ങൾ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ റോമാ ഭരണത്തിൽ
റോമ സാമ്രാജ്യം ഒന്നിക്കപ്പെടുകയും വളരെ വിശാലമായ രണ്ടാം റോമ സാമ്രാജ്യം എന്ന് വിളിക്കപ്പെടാവുന്ന സാമ്രാജ്യത്തിന് അടിത്തറ ഇടുകയും ചെയ്തു. നെപ്പോളിയൻ യൂറോപ്പിനെ മുഴുവൻ യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഏത് സാമ്രാജ്യത്തോടാണ് തൻ്റെ സാമ്രാജ്യത്തെ ഉപമിക്കേണ്ടത് എന്ന് തൻ്റെ ജനറലിനോട് സംസാരിക്കുന്ന ഭാഗം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എമിൽ ലുഡ്വിഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെപ്പോളിയൻ തൻ്റെ പോലെ വിശാലമായൊരു സാമ്രാജ്യം അതിനു മുമ്പ് കാർലമൻ ചക്രവർത്തിക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നു. ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും ചേർന്നായിരുന്നു ചാർലി മെയിൻ അല്ലെങ്കിൽ കാർലമൻ ചക്രവർത്തിയുടെ ഹോളി റോമൻ എംപയർ. എന്നാൽ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ സാമ്രാജ്യം അതിലൊക്കെ വിശാലമായ ഒരു സാമ്രാജ്യമായിരുന്നു. അതുകൊണ്ട് നെപ്പോളിയൻ പറയുന്നു, ഞാൻ പടുത്തുയർത്തിയ സാമ്രാജ്യം ഡയക്ലീഷ്യൻ ചക്രവർത്തിയോട് താരതമ്യപ്പെടുത്തിയിരിക്കേണ്ടതാണ്. കെട്ടഴിഞ്ഞ ഒരു സാമ്രാജ്യത്തെ വീണ്ടും കൂട്ടിക്കെട്ടി ഒരു സാമ്രാജ്യമാക്കി ഉയർത്തിയത് എൻ്റെ നേട്ടമാണ് എന്ന് നെപ്പോളിയൻ പറയുമ്പോൾ ഡയോക്ലീഷ്യനോടാണ് അദ്ദേഹം ഉപമിക്കുന്നത്. എന്നാൽ ഈ സമർത്ഥനായ ചക്രവർത്തി ക്രൈസ്തവ ചരിത്രത്തിൽ ഏറ്റവും ക്രൂരനായ ഒരു ചക്രവർത്തിയാണ്. ഡയോക്ലീഷ്യൻ ചക്രവർത്തി നീറോ ചക്രവർത്തിക്ക് ശേഷം സഭയുടെ ഏറ്റവും ക്രൂരമായ മതമർദ്ദനം നടത്തിയ ചക്രവർത്തി എന്നാണ് അറിയപ്പെടുന്നത്. ആ മതമർദ്ദനം നടത്തിയ ഡയോക്ലീഷ്യൻ ചക്രവർത്തി 285 AD ചക്രവർത്തിയായി വന്നു കഴിഞ്ഞപ്പോൾ അധികം താമസിയാതെ വളരെ സമർത്ഥനും സുമുഖനും അരോഗതിടകാർത്ഥനും അസ്ത്രവിദ്യയിൽ പ്രവീണനുമായിരുന്ന സെയിൻറ്റ് സെബാസ്റ്റ്യനെ അദ്ദേഹം തൻ്റെ അംഗരക്ഷക സേനയുടെ അധിപനായി നിയമിച്ചു. റോമൻ ചക്രവർത്തിയുടെ ശരീരം രക്ഷിക്കുന്ന അസാധാരണമായ ഒരു ബോഡി ഗാർഡ് സേനയായിരുന്നു പ്രിട്ടോറിയൻ ഗാർഡ് എന്ന് പറയുന്ന സേന. നിരവധി ചക്രവർത്തിമാരെ, കാലിഗുല മുതൽ തുടങ്ങിയ നിരവധി ചക്രവർത്തിമാരെ വധിക്കുകയും നിരവധി ചക്രവർത്തിമാരെ അവരോധിക്കുകയും ചെയ്ത ഒരു ക്രൂരന്മാരുടെ സംഘം ഒക്കെയായിരുന്നു ഈ പ്രിട്ടോറിയൻ ഗാർഡ്. ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രക്ഷിക്കാനുള്ള SPG പോലെയുള്ള ഒരു ഫോഴ്സായിരുന്നു ഈ പ്രിട്ടോറിയൻ ഗാർഡ്. ആ പ്രിട്ടോറിയൻ ഗാർഡിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടത്. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുമ്പോൾ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ക്രിസ്ത്യാനികളായ 2 ഡീക്കന്മാരെ ഡയോക്ലീഷ്യൻ ചക്രവർത്തി തുറന്നുവിട്ട മതമർദ്ദനം 286 ആരംഭിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അവരുടെ പേര് മാർക്കൂസ് മാർസെല്ലസ് എന്നായിരുന്നു. ഈ 2 സഹോദരന്മാരായ ഡീക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ വിശ്വാസം പരിത്യജിച്ച് ജൂപ്പിറ്റർ ദേവന് ആരാധന അർപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ മാതാപിതാക്കൾ പോലും അവരോട് ആവശ്യപ്പെടുകയാണുണ്ടായത്. ആ അവസരത്തിൽ സെയിൻറ്റ് സെബാസ്റ്റ്യൻ ജയിലിൽ ചെന്ന് അവരെ വിശ്വാസത്തിൽ ദൃഢപ്പെടുത്തി എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന മാർസലസിൻ്റെ സഹോദരി ഊമയായിരുന്നു. ആ ഊമയായ സഹോദരിയെ സെയിൻറ്റ് സെബാസ്റ്റ്യൻ പ്രാർത്ഥിച്ച് സംസാരിക്കാൻ കഴിവുള്ളവളാക്കി മാറ്റി. ഈ അത്ഭുതം കണ്ട ജയിൽവാസികളായ 18 പേർ വിശ്വാസം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. മാർക്കൂസിനെയും മാർസലസിനെയും കാണാൻ വന്ന മാതാപിതാക്കൾ സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ അത്ഭുതങ്ങൾ കണ്ട് അതിൽ വിശ്വസിക്കാനായി തുടങ്ങി. അവരിലൊരാൾ അച്ഛൻ വാതരോഗിയായിരുന്നു. നടക്കുവാൻ തന്നെ പ്രയാസം. വാതരോഗിയായ അച്ഛനെ സെയിൻറ്റ് സെബാസ്റ്റ്യൻ സുഖമാക്കി. അതോടുകൂടി അച്ഛനും അമ്മയും ക്രിസ്തുമതം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അവിടെ ജയിലിൻ്റെ അധിപനായിരുന്നത് ലോക്കൽ ഗവർണറായിരുന്ന ക്രൊമേഷ്യസ് എന്ന് പറയുന്ന സേനാനായകനായിരുന്നു. ഈ കൊമേഷ്യസിൻ്റെ മകനായിരുന്നു ടെർബിറ്റിയസ് എന്ന് പറയുന്ന വ്യക്തി. ഈ ടെർബിറ്റിയസിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവളുടെ പേര് സോ എന്നായിരുന്നു. ZOE സോ. ഈ സോയ്ക്ക് കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല. സെയിൻറ്റ് സെബാസ്റ്റ്യൻ തൻ്റെ പ്രാർത്ഥനയിലൂടെ ആ ബ്ലൈൻഡായ സ്ത്രീക്ക് കാഴ്ചശക്തി നൽകി. ആ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയതോടുകൂടി ഗവർണറായിരുന്ന ക്രൊമേഷ്യസിൻ്റെ മകൻ ടെബറ്റ്യൂസ് ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം
അദ്ദേഹത്തിൻ്റെ സഹോദരി അന്ധയായ പെൺകുട്ടിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. ഇതോടുകൂടി ആ കുടുംബം മുഴുവൻ ക്രിസ്തുമതത്തിൽ വിശ്വാസത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. ഇങ്ങനെ വിശ്വാസിയായിരിക്കുന്ന അവസരത്തിൽ ധാരാളം ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഒറ്റിക്കൊടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒറ്റിക്കൊടുക്കപ്പെട്ട് കഴിഞ്ഞ ഉടൻ തന്നെ ക്രൊമേഷ്യസും കുടുംബവും മാർസലസും മാർക്കൂസും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണുണ്ടായത്. എന്നാൽ സെബാസ്റ്റ്യനാകട്ടെ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം അവിടെ തുടർന്നപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ജൂപ്പിറ്റർ ദേവന് പൂജ അർപ്പിക്കാനായി ഡയോക്ലേഷ്യസ് ചക്രവർത്തി ആവശ്യപ്പെടുകയും ചെയ്തു. 288 AD ജനുവരി മാസത്തിലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടത്. ജൂപ്പിറ്റർ ദേവനെ പൂജ ചെയ്തില്ലെങ്കിൽ അഗ്നിയിൽ ഹോമിക്കും എന്നായിരുന്നു ഡയോക്ലേഷ്യസ് ചക്രവർത്തിയുടെ കൽപ്പന. ആ ഭീഷണി കേട്ടപ്പോൾ സെബാസ്റ്റ്യൻ മന്ദസ്മിതത്തോടുകൂടി തിരിച്ചു പറഞ്ഞു, എന്നെ തീയിലിട്ട് ദഹിപ്പിച്ചാൽ ഓരോ തീനാളവും ഒരു പൂമെത്തയായി ഞാൻ കരുതി അതിൽ അമങ്ങും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഡയോക്ലേഷ്യസ് ചക്രവർത്തിക്ക് ദേഷ്യം വരികയും അദ്ദേഹത്തെ അമ്പ് ചെയ്ത് കൊല്ലുവാനായി ഉത്തരവിടുകയും ചെയ്തു. പട്ടാളക്കാർ അദ്ദേഹത്തെ കൊണ്ടുപോയി വിജനപ്രദേശത്തുള്ള മരത്തിൽ കെട്ടി അമ്പയച്ച് അദ്ദേഹത്തിനെ അമ്പുകൾ കൊണ്ട് മൂടുകയും മരിച്ചു എന്ന് വിചാരിച്ച് അവർ സ്ഥലം വിടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശരീരം എടുത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി വിശുദ്ധ ഐറീൻ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ ശരീരം പരിശോധിച്ചപ്പോഴാണ് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ ഐറീൻ വിശുദ്ധ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുകയും മരുന്നുകൾ കൊണ്ട് ശുശ്രൂഷിച്ച് ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെ ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ഡയോക്ലീഷ്യൻ ചക്രവർത്തി പരിവാരസമേതം അദ്ദേഹം താമസിച്ചിരുന്ന വീടിൻ്റെ സൈഡിൽ കൂടി മാർച്ച് ചെയ്ത് പോകുന്നതായിട്ട് കണ്ടു. അങ്ങനെ മാർച്ച് ചെയ്ത് പോകുന്നതായിട്ട് കണ്ടപ്പോൾ സാധാരണഗതിയിൽ ഒളിച്ചിരിക്കാനാണ് ആളുകൾ ശ്രമിക്കേണ്ടത്. സെബാസ്റ്റ്യനാകട്ടെ വീടിൻ്റെ മട്ടുപ്പാവിലുള്ള ടെറസിലേറ്റ് വന്ന ശേഷം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയെ ഉച്ചത്തിൽ അപഹസിക്കുകയാണ് ഉണ്ടായത്. നീ എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ എന്നെ അമ്പ് ചെയ്ത് കൊല്ലുവാൻ ശ്രമിച്ചു. കൊല്ലപ്പെട്ട ഞാനിതാ ജീവനോടെ ഇരിക്കുന്നു. വിശ്വാസത്തെ പ്രതി ജീവിച്ചാൽ നിത്യവും ജീവിക്കും തുടങ്ങി വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം ചെയ്തത്. ഡയോക്ലീഷ്യൻ ചക്രവർത്തി കോപം കൊണ്ട് വിറയ്ക്കുകയും സൈന്യത്തോട് സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സെബാസ്റ്റ്യൻ തലയ്ക്ക് അടിച്ച് അദ്ദേഹത്തെ നിർദ്ദയം വധിക്കുവാനായി ആവശ്യപ്പെട്ടു. അങ്ങനെ വലിയ തടിക്കഷ്ണങ്ങൾ കൊണ്ട് തലയ്ക്കടിച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഗവർണറായ ക്രൊമേഷ്യനെ കൊണ്ടുവന്ന് കൊല്ലുകയും അദ്ദേഹത്തിൻ്റെ മകനായ ടെബർട്ടേഷ്യസിൻ്റെ തല വെട്ടിക്കളയുകയും ചെയ്തു. ഡയോക്ലീഷ്യൻ്റെ മതമർദ്ദനം തുടങ്ങിവെച്ച ക്രൂരമായ 288 AD ആണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തെ കൊല്ലപ്പെട്ടത് ഡിസംബർ 18 എന്നാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം. അതുകൊണ്ട് ഗ്രീക്ക് റഷ്യൻ ഓർത്തഡോക്സ് സഭകൾ സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ രക്തസാക്ഷിത്വം കൊണ്ടാടുന്നത് ഡിസംബർ 18. എന്നാൽ കത്തോലിക്കാ സഭയാകട്ടെ അത് ജനുവരി 20 AD 288 സംഭവിച്ചു എന്നുള്ള വിശ്വാസത്തിൽ ജനുവരി 20 അതൊരു ഫീസ്റ്റായി കൊണ്ടാടുന്നത്. സെയിൻറ്റ് സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ട ശേഷം വളരെ ആദ്യമായി അദ്ദേഹത്തിനെ പറ്റിയുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നത് വിശുദ്ധ അംബ്രോസ് ആണ്. വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസിദ്ധമായ പ്രഖ്യാപനത്തിൽ ഈ രക്തസാക്ഷിത്വത്തെപ്പറ്റി വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെയിൻറ്റ് ഗ്രിഗറി ഓഫ് മിലാൻ അദ്ദേഹത്തിൻ്റെ 18ാമത്തെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി സെയിൻറ്റ് സെബാസ്റ്റ്യാനോസിൻ്റെ രക്തസാക്ഷിത്വത്തെപ്പറ്റി വളരെ വിശദമായി പ്രഖ്യാപിക്കുന്നത് കാണാൻ കഴിയുന്നതാണ്. ആക്റ്റ എന്ന് പറയുന്ന പ്രസിദ്ധമായ പുസ്തകത്തിൽ പല വിശുദ്ധന്മാരുടെ ജീവചരിത്രം പറയുന്ന കൂട്ടത്തിൽ സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ ജീവചരിത്രവും പറയുന്നുണ്ട്. ആക്റ്റ എന്ന പുസ്തകവും ഒരുപാട് ഐതിഹ്യങ്ങൾ കലർത്തി ജീവചരിത്രം വിവരിക്കുന്നതിനാൽ അപ്പോക്രിഫലായിട്ടാണ് കരുതപ്പെടുന്നത്. സഭ അതിനെ ഔദ്യോഗികമായി അംഗീകാരം കൊടുത്തിട്ടില്ല. എന്നാൽ ലെജൻഡ ഓറിയാസ് എന്ന് പറയുന്ന പുസ്തകം, ഗോൾഡൻ ലെജൻഡ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ ജീവിതവും മരണവും
വളരെ ഭംഗിയായി വിവരിച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങളിൽ പറയുന്ന സംഭവങ്ങൾ പിൽക്കാലത്ത് ബഹുജന മനസ്സിലേക്ക് ഊർന്നിറങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ 6-ാം നൂറ്റാണ്ട് മുതൽ സെയിൻറ്റ് സെബാസ്റ്റ്യനെ പറ്റിയുള്ള വിശ്വാസം വളരെയധികം ഉറച്ച് വരികയാണ് ഉണ്ടായത്. റാവന്നായിലെ പ്രസിദ്ധമായ കത്തീഡ്രൽ സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ പേരിൽ ഉള്ളതാണ്. 8 അടി പൊക്കത്തിലുള്ള സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ ചിത്രം ഒരു മൊസൈക്കിൽ വരച്ചിട്ടിട്ടാണ് ദേവാലയത്തിൽ അത് കണ്ടുകൊണ്ടാണ് ദേവാലയത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നത്. സെയിൻറ്റ് സെബാസ്റ്റ്യനെ പറ്റിയുള്ള വിശ്വാസം ഉറയ്ക്കുന്നതിന് പ്ലേഗുകൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത വലിയൊരു കാരണം ആണ്. AD 680 റോമിൽ വലിയ പ്ലേഗ് പൊട്ടിപ്പുറപ്പെടുകയാണ് ഉണ്ടായത്. പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി മാർപ്പാപ്പയുടെ അടുത്ത് ചെല്ലുകയും മാർപ്പാപ്പ സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അത്ഭുതകരമായി ആ പ്ലേഗ് അവസാനിക്കുകയാണ് ഉണ്ടായത്. പ്ലേഗുകൾക്കെതിരെ മരുന്ന് കണ്ടുപിടിക്കാത്ത, വാക്സിൻ കണ്ടുപിടിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഡോക്ടേഴ്സ് പറയുന്നത് അതിൻ്റെ വൈറസിന് ഒരു മ്യൂട്ടേഷൻ സംഭവിച്ച് മാത്രമേ അത് അവസാനിക്കാൻ കഴിയുള്ളൂ എന്നാണ്. AD 680 റോമിലെ വലിയ പ്ലേഗിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെട്ടതോടുകൂടി പ്ലേഗിനെതിരെയുള്ള വലിയ വിശുദ്ധനായി അദ്ദേഹം വാഴ്ത്തപ്പെടുകയാണ് ഉണ്ടായത്. യൂറോപ്പ് മുഴുവൻ പടർന്നു പിടിച്ച ബിബോണിക് പ്ലേഗ് 300-ഓളം ജനങ്ങളെ സംഗ്രഹിച്ച പല പല പട്ടണങ്ങൾ, ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ പ്ലേഗ്. ആ പ്ലേഗ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ പേരിലുള്ള വലിയ പട്ടണങ്ങളെ ബാധിച്ചില്ല എന്നുള്ളതാണ് രസകരം. ഉദാഹരണത്തിന് റാവന്ന, മറ്റ് പല പട്ടണങ്ങളും വലുതായി അഫക്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ പള്ളികളുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ആ പ്ലേഗിന് കാര്യമായ നാശം വിതയ്ക്കുവാൻ കഴിഞ്ഞില്ല. എല്ലാവരും വിശ്വസിച്ച മറ്റൊരു പ്ലേഗ് 1575 മിലാനിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗാണ്. മിലാനിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ ഈയാമ്പാറ്റ പോലെ മരിച്ചു വീഴുകയും ചെയ്തപ്പോൾ ജനങ്ങൾ മിലാനിലെ സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ പള്ളിയിലേക്ക് ചെല്ലുകയും കൂട്ടമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഫലമോ പ്ലേഗ് അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. 1599 പോർച്ചുഗലിന് തലസ്ഥാനമായ ലിസ്ബൺ വലിയ ഒരു പ്ലേഗിൽ പെടുകയും ജനങ്ങൾ ഭയവിഹ്വലരായി വിളിച്ചു പോവുകയും ചെയ്തു. അവിടുത്തെ ആർച്ച് ബിഷപ്പ് ജനങ്ങളോട് പറഞ്ഞു, സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുക, പ്ലേഗിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. ലിസ്ബണിലെ മുഴുവൻ വിശ്വാസികളും സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ വലിയ ദേവാലയത്തിന് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും തദ്വാര പ്ലേഗിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ലോകമെങ്ങുമുള്ള പ്ലേഗ് ബാധിതരുടെ ഏറ്റവും വലിയ മധ്യസ്ഥനാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ. അതുപോലെ തന്നെയാണ് പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇൻഫൻട്രി ഡിവിഷൻസ് അവർ വളരെ കൃത്യമായി ഈ സെയിൻറ്റ് സെബാസ്റ്റ്യനുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ലോകത്തിലെ നിരവധി പട്ടണങ്ങൾ അവരുടെ ആസ്ഥാന വിശുദ്ധനായി സെയിൻറ്റ് സെബാസ്റ്റ്യനെ അംഗീകരിച്ചിട്ടുണ്ട്. മിലാൻ്റെ ആസ്ഥാന വിശുദ്ധനാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ. റാവന്നായുടെ ആസ്ഥാന വിശുദ്ധനാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ. ഫിലിപ്പൈൻ തലസ്ഥാനമായ മാനില ആസ്ഥാന വിശുദ്ധനാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ. സൗത്ത് അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ പട്ടണങ്ങളിലൊന്നാണ് ബ്രസീലിലെ റിയോ ഡി ജനീറോ. ആ റിയോ ഡി ജനീറോയുടെ 2 കോടി ആളുകൾ താമസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണങ്ങളിലൊന്നാണ് റിയോ ഡി ജനീറോ. അതിൻ്റെ ആസ്ഥാന വിശുദ്ധനാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ. ഫ്രാൻസിലും ജർമ്മനിയിലുമുള്ള പല പട്ടണങ്ങളുടെയും ആസ്ഥാന വിശുദ്ധനാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ. ആഫ്രിക്കയിലെ ബുഗാണ്ട എന്ന രാജ്യം, അതിൻ്റെ ആസ്ഥാന വിശുദ്ധനാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഭൂഖണ്ഡത്തിൽ മാത്രമല്ല, യൂറോപ്പിലെ 4-5 സ്ഥലത്തെ ആസ്ഥാന വിശുദ്ധൻ, ആഫ്രിക്കയിലെ പട്ടണത്തിൻ്റെ വിശുദ്ധൻ, ഏഷ്യയിലെ മാനില ഉൾപ്പെടെയുള്ള പട്ടണങ്ങളുടെ വിശുദ്ധൻ, സൗത്ത് അമേരിക്കയിലെ നോർത്ത് അമേരിക്കയിലെ പട്ടണങ്ങളുടെ വിശുദ്ധൻ, ഇങ്ങനെ 5 ഭൂഖണ്ഡങ്ങളിൽ പട്ടണങ്ങൾ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള
ആസ്ഥാന വിശുദ്ധനായി കരുതുന്ന ഒരു വിശുദ്ധനാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ. കേരളത്തിൽ സെയിൻറ്റ് സെബാസ്റ്റ്യൻ വളരെ വിശാലമായ അടിസ്ഥാന വിശ്വാസത്തിൽ ഉള്ള ഒരു വിശുദ്ധനാണ്. അർത്തുങ്കൽ പള്ളി വിശുദ്ധ സെബാസ്റ്റ്യാനോസിന് അർപ്പിക്കപ്പെട്ടിട്ടുള്ള പള്ളിയാണ്. കാഞ്ഞൂരിലെ ഏറ്റവും വലിയ ഉത്സവം സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ പേരിലുള്ളതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സെയിൻറ്റ് സെബാസ്റ്റ്യന് നിരവധി ദേവാലയങ്ങൾ അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ സെബാസ്റ്റ്യാൻ എന്നും സെബാസ്റ്റ്യാനോസ് എന്നും സെബാസ്യ എന്നും പിന്നീട് ദേവസ്യ എന്നും രൂപാന്തരപ്പെട്ട പല പല പേരുകൾ സെബാസ്റ്റ്യാനോസ് പുണ്യവാളൻ്റെ പേരിൽ ഉണ്ട്. അർത്തുങ്കൽ പള്ളിയിലെ ആഘോഷങ്ങളും വിശ്വാസവും അവിടുത്തെ കോട്ടയം SP ആയിരുന്നപ്പോൾ ഞാൻ പോയി നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ ദേവസ്യ എന്ന നാമം സെബാസ്റ്റ്യാനോസ്, സെബാസ്റ്റ്യൻ, ബാസ്റ്റിൻ എന്ന് പലതരം രൂപാന്തരങ്ങൾക്ക് ശേഷമാണ് ദേവസ്യ എന്ന പേര് രൂപാന്തരപ്പെട്ട മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുള്ളത്. ഉത്തരേന്ത്യയിൽ ഒരാൾ ഈ പേരുമായി ചെന്നാൽ ആ ആളിന് വലിയ സ്ഥാനങ്ങൾ ലഭിക്കാറുണ്ട്. പേരെന്താണ് ദേവസ്യ എന്ന് ചോദിച്ചാൽ പല ആളുകളും ഉടൻ തന്നെ സാഷ്ടാംഗ പ്രണാമം വീണ് നമ്മുടെ കാലിൽ തൊട്ട് വന്നിക്കും. പല ഫാക്ടറികളിലും ചെന്ന് ജോലി ചോദിക്കുമ്പോൾ ദേവസ്യ എന്ന പേര് പറഞ്ഞാൽ ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ ജോലി നൽകുന്നതാണ്. ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾ ചെല്ലുമ്പോൾ 2 പേരുകൾക്കാണ് വലിയ പ്രാധാന്യം. ഒന്ന് കോശി എന്ന പേരിനും മറ്റേ ദേവസ്യ എന്ന പേരിനുമാണ്. കോശി എന്ന പേര് കേൾക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ ദോഷി എന്ന് പറഞ്ഞാൽ ഉന്നതനായ ബ്രാഹ്മണ ജാതനാണ്. ഈ കോശി എന്ന് കേൾക്കുമ്പോൾ ദോഷിയെപ്പോലെ എന്തോ ആണ് എന്നാണ് ഉത്തരേന്ത്യക്കാർ വിശ്വസിക്കുക. ദേവസ്യ കേൾക്കുമ്പോൾ ഹൈന്ദവ വിശ്വാസത്തിലെ പ്രസിദ്ധമായ ഗായത്രി മന്ത്രത്തിൽ ഭർഗോ ദേവസ്യ ധീമഹി എന്നാണ് പറയുന്നത്. ആ ദേവസ്യയാണ് ഈ ദേവസ്യ എന്നാണ് ഉത്തരേന്ത്യയിൽ പലരുടെയും വിശ്വാസം. അതുകൊണ്ട് ദേവസ്യ നാമധാരികളെ പലരും കാലിൽ തൊട്ട് വന്നിക്കുകയും ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ ജോലി കിട്ടുകയും ചെയ്യും. അതും വിശുദ്ധ സെബാസ്റ്റ്യാനോസിൻ്റെ മറ്റൊരു കളി എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. സെബാസ്റ്റ്യാനോസിൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മഗ്യോനോട്ട് വരച്ച പടവും ശ്രദ്ധിക്കുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിലൊന്ന് 5 അമ്പുകളുടെ ശരീരത്തിൽ പതിച്ച ആ രൂപമാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് റിയലിസത്തെ പോലെ വളരെ കൃത്യമായ വേദന നിഴലിച്ച് നിൽക്കുന്ന ഒരു മുഖമാണ് വരച്ച് കാണിക്കാറുള്ളത്. സാൽവദോർ ഡാലി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പെയിൻറ്റിങ് സെബാസ്റ്റ്യാനോസിനെ പറ്റിയുള്ള പെയിൻറ്റിങ്ങാണ്. ശരീരം മിസ്റ്റിക്കായി പിക്ചർ ചെയ്ത ശേഷം മുഖം റിയലിസ്റ്റിക്കായി പിക്ചർ ചെയ്യുകയാണ് അതിന് ടെക്നിക്കിൽ വളരെ പ്രധാനം. 5 അമ്പുകൾ, നിരവധി അമ്പുകൾ, ശരീരം മുഴുവൻ അമ്പുകളേറ്റ ശേഷം ആണ് അദ്ദേഹം മരിച്ചുപോയി എന്ന് പട്ടാളക്കാർ വിശ്വസിച്ചത്. എന്നാൽ പെയിൻറ്റിങ്ങുകളിൽ സാധാരണ 5 അമ്പാണ് കാണിക്കുന്നത്. അത് ക്രിസ്തുവിൻ്റെ 5 തിരുമുറുകളെ പ്രതിനിധാനം ചെയ്തിട്ടാണ് ആ 5 അമ്പ് പതിച്ചതായി നമുക്ക് ആ പെയിൻറ്റിങ്ങുകളിൽ കാണാൻ കഴിയുന്നത്. ജോർജ് ഓർവെൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ ഈ സെയിൻറ്റ് സെബാസ്റ്റ്യാനോസിൻ്റെ അമ്പുകളെപ്പറ്റി വിവരിക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഇതിനോട് ശത്രുതയുള്ള ആൾ പറയുകയാണ്, അവനെ കൊണ്ടുപോയി മരത്തിൽ കെട്ടിയിട്ട് സെയിൻറ്റ് സെബാസ്റ്റ്യാനോസിനെ പോലെ അമ്പയച്ച് കൊല്ലണം എന്നാണ് ജോർജ് ഓർവെൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ പറയുന്നത്. ഫാബിയോള എന്ന പ്രസിദ്ധമായ നോവൽ, ആ നോവലിൽ സെയിൻറ്റ് സെബാസ്റ്റ്യാനോസിൻ്റെ ഒരു വിശ്വാസം നേരിളിച്ച് കാണുന്നുണ്ട്. ഫാബിയോള എന്ന് പറയുന്ന ആ നോവലിലെ കഥാപാത്രം ഏതൊക്കെ പ്രശ്നത്തിൽപ്പെടുമ്പോഴും പെട്ടെന്ന് സെയിൻറ്റ് സെബാസ്റ്റ്യാനോസിൻ്റെ മധ്യസ്ഥത തേടി ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് കാണാൻ കഴിയുന്നതാണ്. വിശ്വപ്രസിദ്ധമായ പല കവിതകളിലും സെയിൻറ്റ് സെബാസ്റ്റ്യാനോസ് അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ഒരു കഥാപാത്രമായി പ്രത്യക്ഷപ്പെടാറുണ്ട്. സെയിൻറ്റ് സെബാസ്റ്റ്യാനോസ് വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലികൊഴിച്ച ഒരു വിശുദ്ധനാണ്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പീഡനങ്ങൾ തുടങ്ങുമ്പോൾ AD 288 തന്നെ ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഭരണത്തിൽ വന്ന 3-ാം വർഷത്തിൽ മതപീഡനം ആരംഭിക്കുമ്പോൾ വധിക്കപ്പെട്ട രക്തസാക്ഷിയാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ. ആ മതമർദ്ദനം 15 വർഷങ്ങൾ കഴിഞ്ഞാണ് ഏതാണ്ടൊന്ന് കെട്ടടങ്ങുന്നത്. അത് കെട്ടടങ്ങുന്നത് ആളിക്കത്തി അണയുന്ന തീനാളം പോലെയുള്ള ഒരു മതമർദ്ദനത്തിലാണ്. അതാണ് AD 303 നടന്ന മതമർദ്ദനം. അവിടെയാണ് സെയിൻറ്റ് ജോർജ് അല്ലെങ്കിൽ വിശുദ്ധ ഗീവർഗീസ് കൊല്ലപ്പെടുന്നത്.
അപ്പോൾ 288 തുടക്കത്തിൽ സെൻറ്റ് സെബാസ്റ്റ്യനിൽ മുതൽ തുടങ്ങി 303 സെൻറ്റ് ജോർജ് വരെ അടങ്ങുന്ന 15 വർഷത്തെ മതമർദ്ദനമാണ് ഡയോക്ലീഷ്യൻ അഴിച്ചുവിട്ടത്. പിന്നീട് 2 വർഷം കൂടി കഴിഞ്ഞ 305 ഡയോക്ലീഷ്യൻ മരിച്ചു എന്നുള്ളതാണ് 20 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അന്ത്യം. റോമിലെ രക്തസാക്ഷികൾ ക്രിസ്തുമതത്തെ റോമാ സാമ്രാജ്യത്തെ അതിജീവിക്കുന്ന ഒരു വിശ്വാസംഹിതയാക്കി മാറ്റി. വെൽഡ്യൂറൻറ്റ് 10,000 പേജുകളിലായി ലോകചരിത്രത്തെ സംഗ്രഹിക്കുമ്പോൾ അദ്ദേഹം 4ാമത്തെ വോളിയത്തിന് ഫ്രം സീസർ ടു ക്രൈസ്റ്റ് എന്നാണ് പേരിട്ടത്. 300 വർഷങ്ങൾക്ക് മുമ്പ് 4 റോമൻ പടയാളികളുടെ മുമ്പിൽ നയിക്കപ്പെട്ട കുരിശിലേറ്റപ്പെട്ടു യേശുക്രിസ്തു. 300 വർഷങ്ങൾ കഴിഞ്ഞ് AD 313 ഈഡിക്റ്റ് ഓഫ് മിലാന് ശേഷം റോമാ സാമ്രാജ്യത്തെ മുഴുവൻ ഗ്രഹിച്ച വിശ്വാസസംഹിതയായി ക്രിസ്തുമതം മാറി. സീസറിൻ്റെ മിലിറ്ററിസത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വഴിമാറിയ 300 വർഷങ്ങൾ. ആ 300 വർഷങ്ങളുടെ പീഡനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലി നൽകപ്പെട്ട പീഡനമായിരുന്നു ഡയോക്ലീഷ്യൻ്റെ മതമർദ്ദനത്തിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടത്. 10 വർഷങ്ങൾ കഴിഞ്ഞില്ല, റോമാ സാമ്രാജ്യം മുഴുവൻ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ളതാണ് റോമൻ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ രക്തസാക്ഷിത്വം മറ്റുള്ളവർക്ക് വിശ്വാസദാർഢ്യത്തെപ്പറ്റിയുള്ള ഏറ്റവും വലിയ അടിസ്ഥാന ശില എന്നാണ് പറയപ്പെടുന്നത്. വെളിപാട് പുസ്തകത്തിൽ, വേദപുസ്തകത്തിൽ പറയുന്നു, അന്ത്യം വരെ നീ വിശ്വാസമുള്ളവനായിരിക്കുക, നിനക്ക് വലിയ സമ്മാനങ്ങൾ നൽകപ്പെടും എന്നുള്ളതാണ്. വെളിപാട് പുസ്തകത്തിലെ വലിയ വാചകം സാധ്യതപ്രായമാക്കിയ രക്തസാക്ഷിത്വമാണ് സെയിൻറ്റ് സെബസ്ത്യാനോസിൻ്റെ രക്തസാക്ഷിത്വം. മരണപ്രായനായ സെയിൻറ്റ് സെബസ്ത്യാനോസിനെ സെയിൻറ്റ് ഐറീൻ എന്ന സ്ത്രീ രക്ഷപ്പെടുത്തിയ ശേഷം ജീവനിൽ കൊതിയുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് റോം വിട്ടുപോയി രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ സർവ്വസൈന്യാധിപനായി സൈന്യയുടെ നായകനായി വരുന്ന ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ നേരെ നിന്ന് ഉച്ചത്തിൽ വിശ്വാസഘോഷണം ചെയ്യുവാനുള്ള ഉറപ്പ് സെബസ്ത്യാനോസ് പുണ്യവാളന് ഉണ്ടായിരുന്നു. കേരളമെങ്ങും അമ്പ് കൊണ്ടുപോവുക എന്നൊരാചാരം നിലവിലുണ്ട്. സെബസ്ത്യാനോസിൻ്റെ അമ്പ് കൊണ്ടുള്ള പീഡനത്തിൻ്റെ റെപ്രസെൻറ്റേഷനായി ആ അമ്പ് കൊണ്ടുപോകുന്ന വലിയ പ്രൊസഷൻ, അമ്പിൻ്റെ ഉത്സവം സെബസ്ത്യാനോസിൻ്റെ വിശ്വാസസംഹിതയ്ക്ക് വലിയ ഘോഷണം നൽകുന്ന ഒന്നാണ്. സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ ആ വിശ്വാസം രോഗപീഠകൾക്കെതിരെയും സാംക്രമിക രോഗങ്ങൾക്കെതിരെയും ഉള്ള ആ വലിയ വിശ്വാസം, അതുപോലെ തന്നെ അമ്പെയ്ത്തുകാർക്കും പട്ടാളക്കാർക്കും അഥലറ്റ്സിനുമൊക്കെയുള്ള വിശ്വാസം, ഉറച്ച വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ടുള്ള സെയിൻറ്റ് സെബാസ്റ്റ്യനുള്ള വിശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യവും വിശ്വാസദാർഢ്യവും നമുക്കേവർക്കും അനുകരിക്കാവുന്നതാണ്. സെബാസ്റ്റ്യൻ എന്നും ദേവസ്യ എന്നും നാമധാരികളായ എന്നെ കേൾക്കുന്ന ഏവർക്കും ആ വലിയ പുണ്യവാളൻ്റെ ഉറപ്പ് ഉണ്ടാവട്ടെ എന്നും, സെയിൻറ്റ് സെബാസ്റ്റ്യനുള്ള വിശ്വാസം കൊണ്ട് ചിക്കൻ ഗുനിയ പോലെയുള്ള പകർച്ചവ്യാധികൾ വന്ന കേരളത്തിലുള്ള ആളുകൾക്ക് ആ പകർച്ചവ്യാധികൾക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുവാനുള്ള ഒരു വിശ്വാസമിതിയായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ വിശ്വാസം തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.